CPIM-ന്റെ നേതൃത്വത്തിൽ ഏരൂർ ആയുർവേദ ഹോസ്പിറ്റൽ ശുചീകരണം നടത്തി. 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി കൊല്ലത്ത് വെച്ച് നടക്കുന്ന CPIM സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് CPIM ഏരൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുസ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഏരൂർ ആയുർവേദ ഹോസ്പിറ്റലിന്റെ പരിസരവും തുടങ്ങിയ പൊതുസ്ഥലങ്ങൾ ശുചീകരിച്ചത്. ശുചീകരണോദ്ഘാടനം CPIM അഞ്ചൽ ഏരിയ സെക്രട്ടറി D. വിശ്വസേനൻ നിർവഹിച്ചു. സമ്പൂർണ്ണ ശുചീകരണം എന്ന ഗവൺമെന്റിന്റെ പദ്ധതി മനസ്സിലാക്കിക്കൊണ്ട് ഓരോ പാർട്ടി സഖാക്കളും മാലിന്യമുക്ത നവകേരളം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ മുന്നിട്ടിറങ്ങണമെന്ന് D. വിശ്വസേനൻ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ തന്നെ എടുത്ത ഒരു പ്രധാനപ്പെട്ട തീരുമാനം മാലിന്യമുക്ത കേരളം എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ ജില്ലയിലെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ നമ്മൾ 17-ാം തീയതി ഇന്നലെ പതാക ദിനമായി ഇന്നലെയും ഇന്നും നാളെയും 3 ദിവസങ്ങളിലായി ശുചീകരണ പ്രവർത്തനങ്ങളിൽ എല്ലാ ഘടകങ്ങളും ഏർപ്പെടണമെന്നാണ് തീരുമാനിച്ചത്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ ഏരൂർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയുർവേദ ആശുപത്രിയുടെ പരിസരം ശുചീകരണം നടത്താനെടുത്ത തീരുമാനം ഏറ്റവും സ്വാഗതാർഹമാണ്. ഇതിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട സഖാക്കളെയും അഭിവാദ്യം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഏരൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഭാരതീപുരം PHC സെൻറ്ററിലെ ശുചീകരണ പ്രവർത്തനം ഏർപ്പെട്ട് നന്നായിട്ടത് വിജയിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ഈ പൊതുസ്ഥാപനങ്ങളും പൊതുയിടങ്ങളും എല്ലാം ശുചിയാക്കുന്നതോടൊപ്പം നമ്മുടെ വീടും പരിസരവും നന്നായി ശുചീകരിക്കണം. ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി നമുക്ക് 52,700 പാർട്ടി മെമ്പർമാരും 3,200-ലധികം ബ്രാഞ്ച് കമ്മിറ്റികളും ഉള്ളതാണ് നമ്മുടെ ഈ ജില്ല. ആ ജില്ലയിലെ സമ്പൂർണ്ണ ശുചീകരണം എന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി കൂടിയുണ്ട്. അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ കടപ്പാട് നമുക്കുണ്ട്. നമ്മുടെ ഗവൺമെൻറ് പ്രഖ്യാപിച്ച പദ്ധതി നടപ്പാക്കാൻ ഓരോ പാർട്ടി സഖാവിനും ബാധ്യതയുണ്ട് എന്നുള്ളതുകൂടെ മനസ്സിലാക്കി നല്ല മാലിന്യമുക്ത നവകേരളം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ എല്ലാ പ്രിയപ്പെട്ട സഖാക്കളും മുന്നിട്ടിറങ്ങണം. CPIM ഏരൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി R. രാജീവ്, ജനപ്രതിനിധികളായ മഞ്ജുലേഖ, മഞ്ജു, ബ്രാഞ്ച് സെക്രട്ടറിമാരായ രാജീവ്, ഷിഹാബ്, ജയസേനൻ എന്നിവർ നേതൃത്വം നൽകി. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. സംസ്ഥാന സമ്മേളനം മാർച്ച് മാസം 6-ാം തീയതി മുതൽ 9-ാം തീയതി വരെ കൊല്ലത്ത് വെച്ച് നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ പാർട്ടിയുടെ തീരുമാനപ്രകാരം ഓരോ ലോക്കൽ മേഖലയിലും ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏരൂര് ആലഞ്ചേരി ചില്ലിൻ പ്ലാന്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആയുർവേദ ആശുപത്രിയുടെ പരിസരം. റിപ്പോർട്ടർ സുനിൽ G. കരവാളൂർ. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. രാധാസ്, ചൗക്ക്